ജാതി സെൻസസ് നടത്തണമെന്നും മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് 15ാം ജില്ലയാക്കണമെന്നും നയം പ്രഖ്യാപിച്ച് അൻവർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുടെ നയം പ്രഖ്യാപിച്ച് PV അൻവർ MLA. ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക. മുസ്ലിം ലീഗ് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിൽ വേദിയിലെത്തി. മാപ്പിള കലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹസൻ കൊടുവള്ളിയാണ് നയം വായിച്ചത്. രാഷ്ട്രത്തിന്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് DMK പ്രഖ്യാപിച്ചു. മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടുമെന്നും മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിക്കണമെന്നും 15ാമത് ജില്ല രൂപീകരിക്കണമെന്നും DMK ആവശ്യപ്പെട്ടു. സാമൂഹ്യനീതിക്കായി ജാതി സെൻസസ് നടത്തണമെന്നാണ് PV അൻവറിന്റെ DMK പറയുന്നത്. ആത്മപരിശോധന കേരളത്തിൽ ആവശ്യമാണ്. വിഭജനങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം. ജാതി, മതം, സാമ്പത്തിക മേഖലയിൽ കടുത്ത അസമത്വമെന്ന് നയപ്രഖ്യാപന വേളയിൽ പറയുന്നു. പ്രവാസി വോട്ടവകാശം വേണം. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ബാലറ്റ് വേണം. മലബാറിനോട് അവഗണന നേരിടുന്നതായാണ് വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് ദൂരം കൂടുമ്പോൾ വികസനവും കുറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയെ തഴയുന്നു. കേരളത്തിലെ അധ്യയന സമയം രാവിലെ 8 മുതൽ 1 മണി വരെ ആക്കണമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫാസിസ്റ്റ് രീതിയാണെന്നും PV അൻവർ MLA വിമർശിച്ചു. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. വഴിയോര കച്ചവടക്കാരെ ചേർത്ത് പിടിക്കണം. വൻകിട ഓൺലൈൻ കമ്പോളം ഒഴിവാക്കണമെന്ന് DMK ആവശ്യപ്പെട്ടു. തൊഴിലില്ലായ്മ വേതന നിയമം 2000 ആക്കി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് നൈപുണ്യ വികസന ട്രെയിനിംഗ് നൽകണമെന്നും നയപ്രഖ്യാപനം പ്രസംഗത്തിൽ DMK മുന്നോട്ട് വെച്ചു. വയോജനക്ഷേമം ഉറപ്പാക്കാൻ വയോജന വകുപ്പ് രൂപീകരിക്കണം. മത്സ്യത്തൊഴിലാളികൾക്കായി ഫ്രോസൺ യൂണിറ്റ് സ്ഥാപിക്കണമെന്നും തീരദേശവാസികൾക്ക് തീരദേശ അവകാശ നിയമം നടപ്പിലാക്കണമെന്നും DMK ആവശ്യപ്പെട്ടു. കൂടാതെ റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണമെന്നും വന്യജീവി ആക്രമണത്തിലെ നഷ്ടപരിഹാര തുക 50 ലക്ഷമാക്കണമെന്നും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 25 ലക്ഷം രൂപ നൽകണമെന്നും DMK ആവശ്യപ്പെടുന്നു. പോലീസിനെതിരെയും DMK വിമർശനം ഉന്നയിച്ചു. പോലീസിൽ അപരവൽക്കരണമാണെന്നും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തി കാണുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. പോലീസ് സേനയിലെ ക്രിമിനൽ മനസ്സുള്ളവരെ കണ്ടെത്തണമെന്നും 2 FIRകൾ ഉള്ളവരെ സേനയിൽ നിന്ന് നീക്കണമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ജനപ്രതിനിധികളോട് മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമനിർമ്മാണം വേണമെന്നും നയപ്രഖ്യാപനത്തിൽ PV അൻവറിന്റെ DMK ആവശ്യപ്പെട്ടു.